മലപ്പുറം കോഡൂരിൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെ ഒരു സ്വകാര്യ ബസ്സിലെ ജീവനക്കാർ അതിക്രൂരമായി മർദ്ദിക്കുന്നു. മർദ്ദനത്തിനിരയായ അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്ന ഓട്ടോ ഡ്രൈവർ കുഴഞ്ഞു വീണ് മരിക്കുകയും ചെയ്യുന്നു. ഒരു ഓട്ടത്തിന്റെ പേരിലാണ് ഇത്തരത്തിൽ ക്രൂരമായിട്ടുള്ള മർദ്ദനവും അതിനുശേഷം ഉണ്ടായിട്ടുള്ള മരണവും സംഭവിച്ചിരിക്കുന്നത്. അതായത് അബ്ദുൽ ലത്തീഫ് ഓട്ടോ ഓടിക്കുന്ന വഴിയിൽ ഒരു ബസ് സ്റ്റോപ്പിൽ വെച്ച് ഒരു യാത്രക്കാരെ ബസ്സിൽ കയറ്റി. ഈ ബസ് സ്റ്റോപ്പിൽ എത്തുന്നതിന് മുമ്പാണ് അബ്ദുൽ ലത്തീഫ് ഇത്തരത്തിൽ തൻ്റെ ഓട്ടോറിക്ഷയിൽ യാത്രക്കാരെ കയറ്റിയത് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് അബ്ദുൽ ലത്തീഫിനെ ഈ സ്വകാര്യ ബസ്സിലെ ജീവനക്കാർ അതിക്രൂരമായി മർദ്ദിക്കുന്നത്. തിരൂർ ഭാഗത്തേക്ക് പോകുന്ന ഒരു സ്വകാര്യ ബസ്സിലെ ജീവനക്കാരാണ് അതിക്രൂരമായി മർദ്ദിക്കുന്നത്. ക്രൂരമായ മർദ്ദനത്തിന് ഇരയായ അബ്ദുൽ ലത്തീഫ് മരണപ്പെടുകയും ചെയ്തു. അതേ തുടർന്ന് മലപ്പുറം കോഡൂരിൽ വലിയ രീതിയിൽ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെയും നാട്ടുകാരുടെയും ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുകയാണ്. ആ പ്രതിഷേധത്തിനിടയിൽ ഒരാൾ പറയുന്നുണ്ട്, അബ്ദുൽ ലത്തീഫിന്റെ മകൾ എൻ്റെ വണ്ടിയിൽ നിന്നാണ് കരഞ്ഞത്, എൻ്റെ വണ്ടിയിലാണ് ഉപ്പയുടെ മരണം സഹിക്കാനാവാതെ ഈ മകൾ കരഞ്ഞത്. കേവലം 8ാം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന ഒരു മകളാണ്. ഇത്തരത്തിൽ ഒരാളെ കൊല്ലാനുള്ള വകുപ്പ് എങ്ങനെയാണ് ഉണ്ടായത്, ഒരാളെ മർദ്ദിക്കാൻ എന്ത് അവകാശമാണ് ഉണ്ടായത് തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ ഈ യുവാവ് പോലീസുകാരോട് ചോദിക്കുന്നുണ്ട്. ഏതായാലും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സംഭവം തന്നെയാണ്. കാരണം ഒരു ഓട്ടത്തിന്റെ പേരിലാണ്, അതായത് 10-20 രൂപ ലഭിക്കുന്ന ഒരു ഓട്ടത്തിന്റെ പേരിലാണ് ഒരു ജീവൻ ഈ ബസ് തൊഴിലാളികൾ എടുത്തത്, അല്ലെങ്കിൽ ബസ് ജീവനക്കാർ എടുത്തത് ഒരു കുടുംബത്തെ അനാഥമാക്കിയിരിക്കുന്നു. ഏതായാലും സംഭവത്തിൽ ഇന്ന് മലപ്പുറത്ത് നടന്ന പ്രതിഷേധത്തിന്റെ വീഡിയോ കാണാം. ഭാര്യയുണ്ട്, കുട്ടിയുണ്ട്, വെല്ലുമിന്റെ ഉമ്മിയുണ്ട്. അറിയോ, എന്റെ വണ്ടി ഞാനാ തറവാട്ട് കൊണ്ടാക്കി കോഴിപ്പുറത്ത്. അപ്പൊ അറ്റങ്ങൾ കഴിഞ്ഞാൽ സാരും ചേട്ടാന്ന് പറയും. ഞാൻ എന്താ പറഞ്ഞു അവരോട്, ഇപ്പൊ മരിച്ചുപോയി സാരും ചേട്ടാന്നോ പറയാൻ പറ്റുമോ? നിങ്ങൾ ഇതിനെ കുറിച്ച് അറസ്റ്റ് ചെയ്യാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പറയാനുള്ളത് പറയും. ഞങ്ങളും മനുഷ്യന്മാരാണ്. ഓരോ ബാക്കി ഞങ്ങളെ ബാക്കിയാണ്, നിങ്ങളെ ബാക്കിയാണ്. പട്ടിന് കിടക്കണേ 500 രൂപ ആണ് തരാം. പട്ടിന് കിടക്കണേ 500 രൂപ നമുക്ക് പിന്നെ അവർ 10 രൂപ വാങ്ങാൻ നിയമം കൊണ്ടുവന്നത്. അങ്ങനെയൊക്കെ ആയാലും കൈവെക്കാതെ അവകാശം കൊടുത്തത്. പക്ഷെ ഒരു കാലമാണ് വ്യക്തമായിട്ട് പറയാലോ സാറാ, ഇതിന്റെ കേസ് എങ്ങനെ പോകുന്ന നോക്കിയിട്ട് മുതലാളിത്ത വകുപ്പിക്കാണ് പോകുന്നുണ്ടെങ്കിൽ കൈയാണിച്ച് മടക്കില്ല. സാറൊക്കെ തടുക്കും. പക്ഷെ ബസ്സിന് ഇതിന്റെ മോളിൽ നിങ്ങൾക്ക് വരെ പ്രതികരിക്കാൻ പറ്റൂല. മുതലാളിത്താണത്. 8ാം ക്ലാസ് പഠിക്കാൻ സ്ഥലം മാറ്റം കിട്ടും മോളെ. പക്ഷെ നിങ്ങൾക്ക് ഞങ്ങളെ നല്ലീകാരാണ്. ഞങ്ങൾ പാവപ്പെട്ട 8ാം ക്ലാസ് പഠിക്കാൻ ഡ്രൈവർമാർ ചെയ്യുന്ന വണ്ടിയിൽ നിന്ന് കാര്യം ഞാനേ കണ്ടിട്ടുള്ളൂ. അറിയോ, ഞാനാ കൊണ്ടാക്കി വിളിച്ചിട്ടാ പോയത്. 8ാം ക്ലാസ് പഠിക്കാൻ പോളെ എന്റെ വണ്ടിയിൽ നിന്ന് കാര്യം ഞാൻ കണ്ടടാ. ഞാൻ എന്തോ പറയാം, സാറും കേട്ടാ എന്താ പറഞ്ഞത്. ഇപ്പൊ മരിച്ചു സാറും കേട്ടാ. ഇത് എന്താണ് തടയണം പോലെ പറ്റില്ല. ഇപ്പൊ പിന്നെ പോരാ, പിന്നെ പോരാ. ലൈനിലേക്ക് പ്രകടനം എല്ലാവരും സാറേ ഉണ്ട്. അല്ലാതെ നമ്മള് പറയുന്നില്ലല്ലോ. ഞാൻ എന്റെ വണ്ടിയിൽ നിന്ന് ഞാൻ കണ്ടതാ. 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ആലോചിച്ചോ. നമ്മളെ വീട്ടിലാണെങ്കിലോ ഭാര്യയുണ്ട്, കുട്ടിയുണ്ട്, വെല്ലുമിന്റെ ഉമ്മിയുണ്ട്. അറിയോ, എന്റെ വണ്ടി ഞാനാ തറവാട്ട് കൊണ്ടാക്കി കോഴിപ്പുറത്ത്. അപ്പൊ അറ്റങ്ങൾ കഴിഞ്ഞാൽ സാരും ചേട്ടാന്ന് പറയും. ഞാൻ എന്താ പറഞ്ഞു അവരോട്, ഇപ്പൊ മരിച്ചുപോയി സാരും ചേട്ടാന്നോ പറയാൻ പറ്റുമോ? നിങ്ങൾ ഇതിനെ കുറിച്ച് അറസ്റ്റ് ചെയ്യാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പറയാനുള്ളത് പറയും. ഞങ്ങളും മനുഷ്യന്മാരാണ്. ഓരോ ബാക്കി ഞങ്ങളെ ബാക്കിയാണ്, നിങ്ങളെ ബാക്കിയാണ്. മനുഷ്യന്മാരാണ്.